ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ LUT ക്രാഫ്റ്റ് വേൾഡ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂ കളർ ജേർണൽ ടീമിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വന്നിട്ടില്ല. എന്തായാലും വരും. എല്ലാവരും മറക്കാതെ തന്നെ കാണുക. അത്രയും സിമ്പിളായിട്ടാണ് സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടാണ് നമ്മൾ അതിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ കളർ ജേർണൽ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കി, വാഷി ടേപ്സ് ഉണ്ടാക്കി, പിന്നെ ബ്ലൂ ഫ്രെയിം ഉണ്ടാക്കി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ട് ബ്ലൂ ലേബിൾസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോട്ട് ലേബിൾസ് ഇല്ലേ, അതാണ് സംഭവം. ബ്ലൂ വെച്ച് നമ്മൾ ബ്ലൂ കളർ ടീമിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയാണ്. അപ്പോൾ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോളം പോലെയൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് ഉണ്ടാക്കാം. ഒന്നുമില്ല, ഒരു A4 എടുക്കുക, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മടക്കി കൊടുക്കുക. 1 2 3 3 വട്ടം അതേപോലെ മടക്കി കൊടുക്കുക. ഈ ബാക്കി വരുന്ന ഈ ലൈനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഈ ലൈനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് 3 എണ്ണം വേണം, അതേ ഇതിൽ തന്നെ. ബാക്കി വന്ന ഒരെണ്ണം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കട്ടെ, അല്ലേ ഒരു ഭംഗിയുണ്ടായില്ല കാണാൻ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തത് നമ്മൾ 3 കട്ട് ചെയ്യുന്നുണ്ട്. 1 2 3. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്ന് നീളം കുറയ്ക്കട്ടെ. ഗൈസ് അപ്പോൾ ഞാൻ നീളം കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് 3 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ എത്രയാണെന്ന് എനിക്കറിയാം, മകത്തിൽ നോക്കാം. അപ്പോൾ ഗൈസ് ഒന്നിൽ 2 വെച്ചിട്ട് ഇങ്ങനെ ബുക്ക് പോലെയാണ് കേട്ടോ. 1 2 3 4 5 6 5 എണ്ണം ഇതേപോലെ ബുക്ക് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ബുക്ക് പോലെ മീൻസ് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനത്തെ ബുക്കാണ് കേട്ടോ. നമ്മൾ നോർമലുള്ള ബുക്കല്ല, ഇങ്ങനെ തുറക്കണ ബുക്കാണ്, കലണ്ടർ പോലത്തെ. അപ്പോൾ അതിനായിട്ട് എല്ലാ പീസസും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സിമ്പിൾ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഇതൊന്നും ഇവിടെ സാപ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബുക്ക് പോലെ ആണല്ലോ, അപ്പോൾ ഒരു വട്ടം സാപ്ലൈഡ് ചെയ്താൽ മതി, ഒരുപാട് വട്ടം എല്ലാം കൂടി സാപ്ലൈഡ് ചെയ്യൊന്നും വേണ്ട. ഗൈസിൽ കുറേ എണ്ണം കൊഴിഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കൂടി സാപ്ലൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് 2 എണ്ണം പോലെയാണ്. ഒന്നിൽ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഇതേപോലെ എല്ലാം ഒന്ന് വെച്ചിട്ട് ഇതൊന്നും ഇതേപോലെ ഒന്ന് വെച്ച് സാപ്ലൈഡ് ചെയ്ത് വയ്ക്കുക. കുറേ നേരമായി വോയിസ് ഓവർ കൊടുക്കണം, അതുകൊണ്ടാണ് ഗൈസ്. നമ്മളൊരു ജേർണൽ കിറ്റ് പറയുമ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടോട്ടൽ നമ്മൾ 8 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വോയിസ് ഓവർ കൊടുക്കണം, അതാണ് ഇങ്ങനെ ശബ്ദം. അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് സാപ്ലൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേജസ് ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. 1 2 3 4. ഇത് ഈ പേജ് നമുക്ക് വേണ്ട ഗൈസ്, കുറച്ച് മതി. 1 2 3 4 1 2 3 4 5 6. ഇതിൽ 6 ഇതിൽ 4, ടോട്ടൽ 10 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ഒന്ന് ഇതേപോലെ ലൈൻസ് കൊടുക്കുക. നമ്മൾ കോട്ടാണല്ലോ, നമ്മൾ കോട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കോളല്ലേ, അതാണ് സാധനം. നിങ്ങൾക്കിപ്പോൾ ഇത് എഴുതുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ പേപ്പർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. 1 2 3. നെക്സ്റ്റിൽ നമ്മളൊരു കോളം പോലെ ഉണ്ടാക്കണം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ഒരേപോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളോ. ഞാനിങ്ങനെ എല്ലാം ഒരേപോലെ ആകുമ്പോൾ ബോറാവില്ല വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും യു ക്യാൻ ഡു വാട്ട് എവർ യു ലൈക്ക്. എന്നിട്ട് ഇത് പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് കോളം മാത്രം വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോട്ടൊക്കെ എഴുതി കൊടുക്കാം. തോട്ട് മീൻസ് കോട്ടൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഇതിൽ ഗൈസ് നമ്മൾ ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടാണ് ചെയ്യണത്.
ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തോട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കും കൂടി അറിയില്ല ഗീസ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് മതി ഗൈസ്. ഇത് അത്ര ഡാർക്കായതുകൊണ്ട് ഒന്നും കൂടി ഇതാക്കി കൊടുക്കും. ഇത് ഒന്ന് ഇതാക്കി കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആക്കണേ ഉള്ളൂ, അതാണ് ക്യാമറയിൽ കുറച്ച് ഇതാകും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡാർക്കാക്കിക്കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലൂ കളർ കോളാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് നമ്മൾ ബ്ലൂവും ബ്ലാക്കും ഒക്കെ കൂടിയായിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സോ സിമ്പിൾ ടു മേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇവിടെ നിന്ന് ഞാൻ ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഈ ചെയ്ത പേജിൻ്റെ ഇത് വെച്ചിട്ട് അടുത്ത പേജിലൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി പെർഫെക്ഷൻ കിട്ടും. ചില വീഡിയോസിൽ 6 മിനിറ്റും ചില വീഡിയോസിൽ 10 മിനിറ്റ്, എന്തായാലും 10ൻ്റെ ഉള്ളിലുള്ള മിനിറ്റ്സ് തന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഇതൊന്നുമില്ല, വെറും സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് ടൈമൊന്നും കാണാൻ വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി. നിങ്ങൾക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു സ്ക്വയർ എന്നല്ല, എന്നാലും വെറുതെ ഇങ്ങനെ സ്ക്വയറിൻ്റെ അവിടെ ഇങ്ങനെ ലൈൻസൊക്കെ ആയിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡിസൈൻസൊക്കെ. ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാ ഡിസൈൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ ഉണ്ടാക്കാം, അത് ഞാൻ കാണിക്കില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ബ്ലൂവും ബ്ലാക്കും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം എന്തായാലും ബ്ലൂ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒക്കെ നമ്മുടെ ഈ ബ്ലൂ തന്നെയാണ് മെയിനായിട്ടുള്ളത്, കാരണം നമ്മൾ ബ്ലൂ ആണല്ലോ ഉണ്ടാക്കണത്, മീൻസ് ബ്ലൂ കളർ ജേർണലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിനുള്ള ജേർണൽ സപ്ലൈസിൽ ഈ സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഈ ഒരു സാധനം ഫിനിഷ് ആയിട്ടുണ്ട്. എന്താണ് കോട്ട് ലേബൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് തോട്ടൊക്കെ എഴുതി കൊടുക്കാം. ഇത് എല്ലാ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ജേർണലിങ് ചെയ്യണ വീഡിയോയും കൂടി നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ വേഗം തന്നെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, വേഗം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.